So, what's up guys? So, welcome back to my video, welcome back to my channel. അപ്പോൾ ഇന്ന് നമ്മൾ കൊച്ചിയിലാണ്, എറണാകുളത്ത് സോൾ ഫിറ്റ്നസ് സ്റ്റുഡിയോയിലാണ്, നമ്മുടെ ഭീകരൻ്റെ സോളിലാണുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് റിക്കവറിയാണ്, നമുക്ക് റെസ്റ്റ് ഡേ ആണ്. നമ്മൾ ഇപ്പോഴത്തെ നമ്മളെ കറണ്ട് വർക്കൗട്ട് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 4 ദിവസമാണ് വർക്കൗട്ട് ചെയ്യണേ, 3 ദിവസം റിക്കവറിക്കാണ് കൊടുക്കുന്നത്. മോസ്റ്റ് റിക്കവറി ഓറിയൻറ്റഡ് ട്രെയിനിങ് ആണ് ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യണേ. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇന്ന് റിക്കവറിയാണ്. റിക്കവറിക്ക് നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഐസ് ബാത്താണ്. എനിക്കപ്പോൾ ഇന്ന് കുറച്ച് കാർഡിയോ ഉണ്ട്. റെസ്റ്റ് ഡേയ്സിൽ നമ്മൾ കാർഡിയോ ചെയ്യും. അപ്പോൾ കാർഡിയോ കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ മറ്റേ ഐസ് ബാത്തിൻ്റെ മെഷീൻ ഉണ്ട്, നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന. ഐസ് ഇടണ്ട, ഓൾറെഡി നമ്മൾ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ ആ ടെമ്പറേച്ചറിലേക്ക് വരും. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഇപ്പം ഭീകരനെ വിളിക്കുന്നു ഐസ് ബാത്ത് ചെയ്യുന്ന കാര്യം. അപ്പം ഞാൻ കൊച്ചിയിൽ വേറൊരു കാര്യമായിട്ട് വന്നപ്പോഴത്തേക്കും അപ്പം ഞാൻ കരുതി എന്നാൽ ഇവിടെ വന്നിട്ട് ഇന്ന് റിക്കവറി ഡേ ഷൂട്ട് ചെയ്യാം എന്ന്. കാരണം വരുന്നതൊന്നും വരുന്നൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടുത്തെ സീൻസ് ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ഇത് ജിമ്മ് ചെറിയൊരു സ്റ്റുഡിയോ, ചെറിയൊരു പരിപാടി. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ നമുക്ക് ചെറിയ കാർഡിയോ ഉണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് ഐസ് ബാത്ത്. ലെറ്റ്സ് ഗോ. സ്റ്റാർട്ട് അവർ കാർഡിയോ ഒരു 20 മിനിറ്റ്സിൻ്റെ കാർഡിയോ ആണ്. അപ്പോൾ റിക്കവറി ഡേയിൽ നമ്മളൊരു 20 to 25 മിനിറ്റ്സിൻ്റെ കാർഡിയോ ചെയ്യും. കാർഡിയോ മാത്രമേ ചെയ്യത്തുള്ളൂ, വേറെ വെയിറ്റ് ട്രെയിനിങ്സ് ഒന്നും കാണത്തില്ല. കംപ്ലീറ്റ്ലി റെസ്റ്റ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഐസ് ബാത്ത് ഇതുപോലെ ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി കിട്ടിയതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ചെറിയ ഐസൊക്കെ വാങ്ങിച്ചിട്ടിട്ട് നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ പഴയൊരു വീഡിയോയിലുണ്ട് നമ്മൾ ഡ്രം വാങ്ങിച്ചിട്ട് നമ്മൾ ഐസ് ബാത്ത് ചെയ്തത്. അപ്പോൾ ഐ എം പ്ലാനിങ് ടു ഡു ഐസ് ബാത്ത് എവറി വീക്ക്. ഇനി അങ്ങോട്ട് കുറച്ചുകൂടെ റിക്കവറി ഓറിയൻറ്റഡ് ആയിട്ട് പോകണം എന്ന്. മസിൽ സോർനെസ് ഒക്കെ ഉണ്ട്, നമ്മൾ വർക്കൗട്ട് നല്ല ഹെവി ഇൻറ്റൻസിറ്റിയിൽ ചെയ്യുന്നതുകൊണ്ട്. അപ്പം എനിക്ക് റിക്കവറി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞാനപ്പോൾ ഐസ് ബാത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് ഈ വീക്കിൽ. അപ്പോൾ ഇവിടെ നിന്ന് ഇത് ചെയ്തിട്ട് എനിക്ക് ഇവിടുന്ന് ഒരു ടബ് വീട്ടിൽ കൊണ്ടുപോകണം. അപ്പോൾ ടബ് എനിക്ക് തന്നുവിടാന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. സോ അപ്പോൾ നമുക്കിനി ആ ടബിൽ വീട്ടിൽ ഐസ് വാങ്ങിച്ചിട്ടിട്ട് ഐസ് ബാത്ത് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ കാർഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വാ, സ്പീഡൊക്കെ അടിച്ച് കൂട്ടാം. ഒരു 4.5 4.2 അല്ല തുറന്നു. അപ്പോൾ ഗൈസ് ദേ ഭീകരൻ എല്ലാവർക്കും പരിചയമുള്ള പോലെ ഞാനിപ്പോൾ ഭീകരൻ്റെ സ്റ്റുഡിയോയിലാണുള്ളത്. നേരത്തെ പറഞ്ഞേ ജസ്റ്റ് വീഡിയോ ഞാൻ എടുത്തില്ല. കേരളത്തിൽ കത്തിക്കും നമ്മള്. അപ്പൊ ഐസ് ബാത്ത് ഒക്കെ ചെയ്യേണ്ടവർ ഇങ്ങോട്ട് വന്നാൽ മതി, 50% ഡിസ്കൗണ്ടിൽ ചെയ്തുതരും. ഗൂഗിൾ ഐസ്. അതെ, അവിടെ പുറത്ത് എന്തോ ആരുടെയോ ബർത്ത്ഡേയോ എന്തോ സെലിബ്രേഷൻ ഉണ്ട്, കേക്ക് എല്ലാം കട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കതൊന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ടും നമുക്കത് വേണ്ടാത്തതുകൊണ്ടും നമ്മൾ ആ ഏരിയയിലേക്കേ പോകുന്നില്ല. നമുക്ക് ഇവിടെ നിന്ന് അതൊക്കെ കണ്ടുകൊണ്ട് നടക്കാം, അതേ നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പം ചോദിക്കും, ബ്രോ ഷുഗർ എങ്ങനെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും, ഷുഗർ ക്രേവിങ്സ് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, ജങ്ക് ഫുഡ്സ് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, കട്ട് ചെയ്യാൻ പറ്റും, ഇപ്പം ഇതൊക്കെ ഭയങ്കര പാടല്ലേ, ഇതൊക്കെ പറ്റുമോ? ലൈക്ക് ബ്രോ പറ്റും. ഇപ്പം ഞാൻ ആസ് എ പേഴ്സൺ ഇതൊക്കെ ചെയ്ത ആളാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഷുഗർ കട്ട് ചെയ്ത ആളാണ്, ജങ്ക് ഫുഡ്സ് കട്ട് ചെയ്ത ആളാണ്, എല്ലാം ചെയ്ത ആളാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കല്യാണത്തിന് പോയി എന്ന് വെച്ചോ. ഞാൻ ആ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ നമുക്ക് മിക്ക കല്യാണത്തിനും ഉള്ളൊരു സാധനമാണ് ഈ ഗുലാബ് ജാം ആൻഡ് വാനില ഐസ്ക്രീം. ഈ സാധനം അവിടെയും കിട്ടും. അപ്പം എൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 6 ഗുലാബ് ജാമുൻസും 6 സ്കൂപ്പ് ഓഫ് ഐസ്ക്രീം ഒക്കെ കഴിക്കായിരുന്നു. അപ്പം ഞാൻ ഈ ഡോറിൻ്റെ അടുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ആൾക്കാർ തുറന്നു പോകുമ്പോഴും വരുമ്പോഴും ക്യാമറ ഓബ്സ്റ്റിക്കിൾ ആവുന്നുണ്ട്. എന്ത് നോ സീൻ, കുഴപ്പമൊന്നുമില്ല. അതാണ്. അപ്പം ഞാൻ അങ്ങനെ 6 ഗുലാബ് ജാമും 6 ഐസ്ക്രീമും കഴിച്ചുകൊണ്ടിരുന്ന ആളാണ്. അവിടുന്ന് എനിക്ക് 0 ഷുഗറിലേക്ക് വരാൻ പറ്റിയെങ്കിൽ ആർക്കും വരാം, ആർക്കും അത് ചെയ്യാം. അതുകൊണ്ട് അതൊരു പ്രശ്നമുള്ള കാര്യമില്ല. ഇപ്പോൾ ജങ്ക് ഫുഡിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പം കേരളത്തിൽ ആൾക്കാർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാധനമാണ് പൊറോട്ടയും ബീഫും. എനിക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാധനമായിരുന്നു. ഐ വാസ് അഡിക്റ്റഡ് ടു പൊറോട്ട ആൻഡ് ബീഫ്. അവസാനം ഇത് കട്ടിയിലാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. ഞാനിപ്പോൾ ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ, എൻ്റെ ഫ്രണ്ട്സായിട്ട് പോയി കഴിഞ്ഞാൽ യൂസ് ടു ഈറ്റ് അറൗണ്ട്, ഇപ്പം ചെറിയ പൊറോട്ടയൊക്കെ ആണെങ്കിൽ ഒരു 12 പൊറോട്ട, അതുപോലെ തന്നെ 2 ബീഫ് ഫ്രൈ, പിന്നെ അവന്മാരുടെ പ്ലേറ്റിൽ അവിടെ നിന്ന് ഇതൊക്കെയാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇത്രയ്ക്കും
ഫുഡി ആയിരുന്നു. ഇപ്പോൾ ബിരിയാണി ആണെങ്കിലും എന്ത് സാധനമാണെങ്കിലും ഞാൻ കഴിക്കാത്ത സാധനമൊന്നുമില്ല. നമ്മളായിരുന്നു മറ്റേ എല്ലാ ഫ്രണ്ട്സിൻ്റെ ഇടയിലും ഒരാളുണ്ടാവുമല്ലോ, ലൈക്ക് ഗ്രൂപ്പായിട്ട് പോയി കഴിഞ്ഞാൽ എടാ എനിക്ക് മതി എന്ന് പറയുമ്പോഴത്തേക്കും എടാ നീ കുറച്ച് റൈസും കൂടെ കഴിച്ചെന്ന് പറയുമ്പോഴത്തേക്കും ബാക്കി റൈസ് കഴിക്കണം. അങ്ങനെ ആയിരുന്നു ഞാൻ ഫുൾ സാധനം കഴിച്ചുകൊണ്ടിരുന്നത്. ഭയങ്കര ഫുഡിയായിരുന്നു. അവിടുന്ന് നമ്മൾ പറ്റത്തില്ല, ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല എന്നൊക്കെ വെച്ച് അവസാനം കറക്കി പിടിച്ച് കൊണ്ടുവന്ന പോയിന്റാണ് ഇത്. ഇപ്പം നിങ്ങൾ കാണുന്ന ഗൂഗിള് ഇതൊക്കെ അവോയ്ഡ് ചെയ്ത് ഇതൊക്കെ ഇല്ലാണ്ടാക്കി വന്ന ആളാണ്. അതുകൊണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ബ്രോ ഇതൊന്നും നടക്കില്ല, ഇതൊക്കെ ഭയങ്കര പറ്റാത്ത കാര്യമാണെന്ന് മാത്രം പറയരുത്. വേറെ ആരുടെ പോയി നിങ്ങൾ വേണം പറഞ്ഞോ, അവരടുത്തൊക്കെ പോയി പറയുമ്പോഴത്തേക്ക് അവർ പറയും ആടോ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പറ്റത്തില്ല. പക്ഷെ എൻ്റെ അടുത്ത് പറഞ്ഞാൽ പറ്റും, ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഞാൻ ചെയ്ത് പ്രൂവ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ആളാണ്. അപ്പോൾ വിചാരിച്ചാൽ നടക്കും. വേണേൽ ചക്ക വേരയിലും കായ്ക്കും എന്ന് പറയുന്ന പോലെ ആർക്ക് വേണമെങ്കിലും മാറാം, ആർക്ക് വേണമെങ്കിലും ചേഞ്ച് ആവാം. അതിന് നമ്മളും കൂടെ വിചാരിക്കണം ചേഞ്ച് ആവണം, നമുക്കത് മാറണം എന്നുള്ളത്. അപ്പം അതാണ് നമ്മുടെ മെയിൻ പരിപാടി കേട്ടോ. ഇപ്പം എൻ്റെ വർക്ക്ഔട്ട് സ്പ്ലിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ യൂസ് ടു ഡു 4 days വർക്കിംഗ് ആൻഡ് 3 days ഓഫ്. അപ്പം അതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന മസിൽസിന് ഇനഫ് റിക്കവറി കിട്ടും, നല്ല റെസ്റ്റ് കൊടുക്കാൻ പറ്റും, അതോടെ മസിൽ ഗ്രോത്ത് ഉണ്ടാവും. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്ലാൻ. ഇപ്പം വെൻ യു ടേക്ക് എൻഹാൻസ്ഡ് അത്ലീറ്റ്സ്, കോമ്പറ്റ് ചെയ്യുന്ന എൻഹാൻസ്ഡ് അത്ലീറ്റ്സിനെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും ദേ ഹാവ് PEDs ടു റിക്കവർ. അവർക്ക് എക്സ്ട്രാ PEDs ഉണ്ട്, മെഡിസിൻസ് ഉണ്ട് റിക്കവർ ആവാൻ. അപ്പോൾ അതുകൊണ്ട് ഹെവി ആയിട്ട് എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യാം. ആസ് എ നാച്ചുറൽ അത്ലീറ്റ്, കോമ്പറ്റീറ്റീവ് നാച്ചുറൽ അത്ലീറ്റ്, നമ്മൾ ഒരിക്കലും 6 ദിവസം വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കോമ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെൽനെസ് ഒക്കെ നോക്കി ഫിറ്റ്നസ് ഒക്കെ നോക്കി പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി വർക്കൗട്ട് ചെയ്യാം. അത് പുഷ് പുൾ ലെഗോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ കോമ്പറ്റീറ്റീവ് വർക്കൗട്ട് സ്പ്ലിറ്റ് ആണ്. എൻ്റെ പാറ്റേൺസ് മൊത്തം ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്ന വർക്കൗട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനും പറ്റില്ല. ഞാൻ വേറെ രീതിയിലൊക്കെയാണ് എൻ്റെ വർക്കൗട്ട്. പിരമിഡ് സെറ്റും ട്രയോ സെറ്റും ഡ്രോപ്പ് സെറ്റും ഒക്കെ ആയിട്ട് ജയൻറ്റ് സെറ്റ്സ് ഒക്കെ ആയിട്ട് ഭയങ്കര വെറൈറ്റി വർക്കൗട്ടാണ്. അപ്പം ഇതിൽ നിന്ന് റിക്കവറി കിട്ടാൻ ഭയങ്കര പാടാണ്. നമ്മൾ ഒരു ദിവസം ഷോൾഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഷോൾഡർക്ക് കൊല്ലും, അടുത്തൊരു 3-4 ദിവസത്തേക്ക് ഷോൾഡറിന് നല്ല പെയിൻ ആയിരിക്കും. അതുപോലെ ലെഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്തൊരു 3 days ലെഗ് അനക്കാൻ പറ്റാത്ത രീതിയിലുള്ള പെയിൻ ആയിരിക്കും. അപ്പം അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് റിക്കവറി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ നാച്ചുറൽ പ്രെപ്പ് ചെയ്യുന്ന ആളാണെങ്കിൽ ഈ 4 days വർക്കൗട്ട് സ്പ്ലിറ്റ് നോക്കി നോക്ക്, വർക്കൗട്ട് ആവും. കാരണം ഇന്റർനാഷണലി അത്ലീറ്റ്സ് പറയുന്നതും കോച്ചസ് പറയുന്നതും ഇതൊക്കെ തന്നെയാണ്. നാച്ചുറലായിട്ട് പ്രെപ്പ് ചെയ്യുന്നെങ്കിൽ യു ഡോണ്ട് നീഡ് ടു ട്രെയിൻ 6 days a week. 4 days ചെയ്താൽ മതി. അതിന് എഫക്റ്റീവ് ആയിട്ടുള്ള വർക്കൗട്ട് പ്ലാൻ വേണം, നല്ലൊരു കോച്ച് വേണം, നിനക്ക് സ്പ്ലിറ്റ് ഡിസൈൻ ചെയ്ത് തരാനും നല്ലൊരു ഡയറ്റ് വേണം. ഇതൊക്കെ വേണം. അല്ലാതെ 4 days മാത്രം വർക്കൗട്ട് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അതൊക്കെ നോക്കിയും കണ്ടും ചെയ്ത് കഴിഞ്ഞാൽ വിൽ ബി എ ഗ്രേറ്റ് തിങ്. ദാറ്റ്സ് ഇറ്റ്. സോ അപ്പോൾ ഗൈസ്, നമ്മൾ അകത്ത് വെച്ച് പറഞ്ഞ പോലെ നമ്മുടെ കാർഡിയോ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഇനി നമ്മൾ ഐസ് ബാത്ത് എടുക്കാൻ പോകുന്നത്. ബ്രോ ജസ്റ്റ് ഐസ് ബാത്തിൻ്റെ സംഭവം കാണിച്ചോ. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഫുൾ കൺസോൾ ഐസ് ബാത്തിൻ്റെ. നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മൾ മറ്റേ നീല ഡ്രം 1200 രൂപയ്ക്ക് ഡ്രം വാങ്ങിച്ച് അതിനകത്ത് കുറേ ഐസ് വാരിയിട്ടിട്ട് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. എന്താണ് ഐസ് ബാത്തിനെ പറ്റി പറയാനുള്ളത്? വളരെ നല്ലത്. ഇവിടെ മൈക്കുണ്ടല്ലോ, ഞാൻ മൈക്കാറ്. വളരെ നല്ലതാണ്. ഇന്ന് ഗോകുലിന്റെ മറ്റൊരു മുഖം നിങ്ങൾ കാണുന്നതാണ്. ഫസ്റ്റ് നമുക്കൊരു ഫുൾ ടീഷർട്സും ഷോർട്സും ഇരിക്കും. മതി വാസണ. ഇനി നേരെ ഇതിലേക്ക് ഡ്രിപ്പ് ചെയ്യുക. ഇതിനകത്ത് നേരെ ഫുൾ ഡിപ്പ് ചെയ്യുക. വലിയ ഇതൊന്നും ഉണ്ടല്ലോ, ഫുൾ ബോഡി ഫുള്ള് ഡിപ്പ് ചെയ്യുക. ഇത് ടെമ്പറേച്ചർ അത്ര ഇല്ലല്ലോ. ഇതില്ല, ഇതല്ല സാധനം. ഇത് നോർമൽ, ഇത് ജസ്റ്റ് വാമപ്പ് മാത്രം. ഇത് കുറച്ച് വാമപ്പ് മാത്രം. ഇനി കമോൺ ഇറങ്ങിക്കോ, അത്ര മതി. ഇനിയാണ് നമ്മൾ മെയിൻ പരിപാടിയിലേക്ക് പോകുന്നത്. നേരെ ഇതിൽ ചവിട്ടിയിട്ട് ജസ്റ്റ് കാല് ഡിപ്പ് ചെയ്യുക. കാലിട്ടതിന് ശേഷം നിൽക്കുക. ഒരു 20 seconds മാക്സ്. അതിൻ്റെ ഉള്ളിൽ വേഗം ഫുള്ളായിട്ട് കൊണ്ടിരിക്കുക, അധികം വെയിറ്റ് ചെയ്യണ്ട. ഓക്കെ, അപ്പർ സൈഡിൽ തല വെച്ചോ. ഫുള്ളിരിക്കുക. ഫുൾ ഡ്രോപ്പ്. യെസ്, ഡ്രോപ്പ്. സ്റ്റേ ദർ. 4 minute ടൈമർ. നമ്മുടെ ടബ് അല്ല ഇത്, ഇതാണ് ശരിക്കും ഐസ് ബാത്ത്. ഇല്ല 9 degrees ഉള്ളൂ. സോ ഇറ്റ് വിൽ ബി കംഫർട്ടബിൾ ഫോർ യു. പക്ഷെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കുറവായതുകൊണ്ട് ആ ഒരു
പെട്ടെന്ന് ബ്രേക്ക് ചെയ്യും. ഫീൽ കംഫർട്ടബിൾ ഒന്ന് മൂവ് ചെയ്താൽ മതി. അപ്പോൾ കുറച്ചും കൂടി എല്ലായിടത്തേക്കും ഒന്ന് കുഴപ്പമില്ലല്ലോ. ലൈക്ക് യു ഡോണ്ട് ഫീൽ ദാറ്റ് അൺകംഫർട്ടബിൾ ഫീൽ ഇല്ലല്ലോ. അല്ല ഇത്രയും ടൈം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ വല്ല പ്രശ്നമില്ല. പിന്നെ ഇറ്റ്സ് ഗോണ ബി ഈസി. നെക്ക് ബാക്കോട്ട് വെച്ച് റിലാക്സ് ചെയ്തോ. ഇഫ് യു ഫീൽ കംഫർട്ടബിൾ കൈയൊക്കെ മൂവ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ മോർ ആൻഡ് മോർ ഏരിയാസിലേക്ക് മോർ ആൻഡ് മോർ ഏരിയാസിലേക്ക് ഇതിങ്ങനെ. അതാണ് ഈ ചെറിയ ടബെന്നും വലിയ ടബ് തമ്മിലുള്ള ഡിഫറൻസ്. നമുക്ക് കുറച്ചും കൂടിയും സ്പേസ് ഉണ്ടാവും മൂവ് ചെയ്യാൻ. മെല്ലെ ടെമ്പറേച്ചർ കുറച്ച് കൊണ്ടുവരാം. ട്രൈ ടു കീപ് ഇറ്റ് അറ്റ് 8 degrees Celsius if possible. 8 degrees 4 minutes is a really good time. ഇവന് കയറി നിന്നെടുക്കാം. നൈസ് മൂഡ്. വേറെ തുടങ്ങിയല്ലോ. എല്ലാ ആംഗിളിൽ നിന്നും കുളിസീൻ പകർത്തണം. ഗൂഗിൾ ക്യാമറ ഇവിടെ. എല്ലാവർക്കും ഇന്ന് ഗൂഗിളിലെ കുളിസീൻ കാണാൻ താല്പര്യമുള്ളവർ സലീംകുമാർ മറ്റേ ടബിലിരിക്കുന്നില്ല കല്യാണ രാമനിൽ ഞാൻ 6 ഇപ്പൊ 10 ആവറേജ് ഒരു 10-ലാണ് ഡൂയിങ് ഇറ്റ്. ഇനി അതൊരു മെല്ലെ 8, 7 ഇതിലൊക്കെ കൊണ്ടുപോകും. ശരിക്കും വീക്കിലി ഒരെണ്ണം നല്ലതല്ലേ? റിക്കവറി ഡേ ഇഫ് യു ക്യാൻ ഡു ഇറ്റ് ഇറ്റ് വിൽ ബി ഗ്രേറ്റ്. ഇവിടെ അധികം ഇങ്ങനത്തെ പോട്ട്സ് ഇല്ല. വിച്ച് ഇതിപ്പം ഫിൽട്ടർ അടിയിൽ നിന്ന് വെള്ളം ആ ഹോളില്ലേ, ആ ഹോളിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഇതിൽ പമ്പ് ചെയ്ത് ഇതിന്ന് ചില്ലറിൽ തണുപ്പിച്ച് ഈ ഫിൽറ്ററിൽ കൂടി ഫിൽറ്റർ ചെയ്ത് ഇവിടെ ഒരു ഫിൽറ്റർ ഉണ്ട് കാണാം. അതിൽ എന്നിട്ട് മുകളിൽ കൈ വെച്ചൊക്കെ അവിടെ വെള്ളം വന്നുകൊണ്ടിരിക്കണം. കണ്ടിന്യൂസ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. എന്തൊക്കെ ടെക്നിക്കാണ് നമ്മുടെ നീല ടബിനകത്ത് 15 കിലോ ഐസ് വാരിയിട്ടുള്ള ഐസ് ബാത്ത് തല്ലിയത്. പക്ഷെ സെയിം ആണ് സംഭവം. അതാണ് ഇതിന് നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എത്ര വേണം ആളുടെ ഓരോ പേഴ്സൺ ടു പേഴ്സൺ എത്ര വേണം, എത്ര കൂടുതലാണ്, എത്ര കുറവാണ് കറക്റ്റ് ആയിട്ട് നമുക്ക്. അത് മറ്റേ നമ്മൾ ഐസ് വാരി കളയണം. പുറത്ത് ഐസ് തണുപ്പ് കുറയ്ക്കണമെങ്കിൽ. അത് പക്ഷെ വേറെ കാര്യമുണ്ട്. ഐസിന് നല്ല കോസ്റ്റ് ആണ്. ഓൾസോ വെള്ളം നമ്മൾ മാറ്റണം. ഇത് വെള്ളത്തിന് ആവശ്യമില്ല. അവര് പറയുന്നത് റീസൈക്കിൾ ചെയ്യുന്നുണ്ട് വെള്ളം. മറ്റേത് എവറി സിംഗിൾ ഡിപ്പില് നമ്മൾ ഓൾമോസ്റ്റ് ഒരു 120-150 liters ഓഫ് വാട്ടർ നമ്മൾ വെറുതെ കളയുന്നത്. എവറി സിംഗിൾ ഡിപ്പിൽ ആലോചിക്കാൻ വെള്ളത്തിന്റെ വേസ്റ്റേജ് ഭയങ്കര കൂടുതലാണ്. 4 minutes ഈസി. വേണോ ഒരു 10 മിനിറ്റ് ഇരിക്കണോ? ഇരിക്കാം. 2-3 minutes കൂടി ഇരുന്നോ. ഞാനെന്ത് ചെയ്യില്ല, നമ്മുടെ ഇതില്ലേ ട്രൈപോഡ് ഇല്ലേ, ഗൊറില്ല ട്രൈപോഡ് ഇവിടെ വെക്കും. ഈ എന്തെങ്കിലും ഒരു സാധനം ഓണാക്കിയിട്ട് വീഡിയോ എന്തെങ്കിലും ഓണാക്കിയിട്ട് ആ ടെമ്പറേച്ചർ ഫസ്റ്റ് ഇനീഷ്യൽ ഫേസ് ഐ സ്റ്റാർട്ട് 15 degrees Celsius. എനിക്ക് ടെമ്പറേച്ചർ പറ്റില്ല. തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോഡിയിൽ ആ ഒരു റെഡ് കളർ ഇത് വന്നിട്ട് റാഷസ് വരും. ഇപ്പം 5 degrees Celsius കൂളായിട്ട് എന്താ ആറാ അതന്നെ ആ അവസ്ഥയിലാണ്. നമ്മുടെ ബോഡിയിലൊന്നും അറിയുന്നില്ല. ഒരു ടബും കൂടി ഉണ്ട്. അത് ഞാൻ പറഞ്ഞു നേരത്തെ വീഡിയോയിലൂടെ ടബ് എടുത്തോണ്ട് പോകുന്നു. അപ്പൊ ഒരു ലോഫ് ഐസ് എത്ര കിലോ വരും? ഇനി നിനക്ക് ആകെ ചെയ്യേണ്ടി വരിക, ആമസോണിലൊരു 300 രൂപന്റെ ടെമ്പറേച്ചർ നോക്കുന്ന ഒരു സാധനമുണ്ട്. നമ്മളെ ബീഫ് സ്റ്റേക്കിന്റെ ഒക്കെ ടെമ്പറേച്ചർ നോക്കുന്ന സാധനം. അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ യു സോർട്ടഡ്. സോ 50 kg ഐസ് ഇട്ട് കഴിഞ്ഞാൽ ഹാഫ്, ഇപ്പം വെള്ളം ഹാഫ് നിറയ്ക്കുക, എന്നിട്ട് ഐസ് ഇടുക. 50 kg ഐസ്, ഒരു ബ്ലോക്ക് ഐസ് ഇടുക. അപ്പം ഐ തിങ്ക് 40 kg ആയിരിക്കും വരിക. 40 kg ഐസ് ആയിരിക്കും വരിക. ആ ഐസ് ബ്ലോക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ 60 വരും. 1.5 ബ്ലോക്ക് ഐസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റാണ്. അതായത് ഈ പറഞ്ഞ പോലെ നല്ല ലോ ടെമ്പറേച്ചറിൽ പോവുകയും ചെയ്യും, ഒരു സമയം നിൽക്കുകയും ചെയ്യും. ഇഫ് അറ്റ് ഓൾ പോസിബിൾ 2-3 ആൾക്കാർ നമ്മൾ ഫ്രണ്ട്സ് ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് ബെറ്റർ. ബിക്കോസ് കോസ്റ്റ് എഫക്റ്റീവ്. ഞാനിപ്പം നമ്മുടെ ജിമ്മിൽ വന്മാർത്ത് പറയും നമുക്ക് ഒരുമിച്ച്, കാരണം ഒറ്റയ്ക്ക് വാങ്ങിച്ച് ചെയ്യുന്നത് എനിക്ക് ചെയ്യണം. അപ്പൊ എന്തായാലും ഞാൻ വാങ്ങിക്കും. അപ്പൊ നമ്മൾ ഷെയറിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് 3 ഒരാൾക്ക് ഒരു 200 രൂപ 300 രൂപ അതിനുള്ളിൽ പരിപാടി തീരും. ടൈംസ് അപ്പ് ബ്രോ. 6 minutes ഈസി. അപ്പോൾ ഗൈസ്, നൈസ് എക്സ്പീരിയൻസ്, അടിപൊളി. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ 9 ഡിഗ്രിയിൽ 6 മിനിറ്റ് കിടക്കുന്നത്. നമ്മൾ ചെയ്ത ഐസ് ബാത്തിലും നമ്മൾ ടെമ്പറേച്ചർ ഒന്നും നോക്കിയിട്ടില്ല, വെറുതെ അങ്ങ് കുറച്ച് ഐസ് ഇട്ട് അങ്ങ് കിടന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പോയി
ഇത് ഒന്ന് തുടച്ചിട്ട് ക്ലീനാക്കി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. ഗൂഗിൾ ഐസ് ബാത്ത് ചെയ്ത് കഴിഞ്ഞൊരു സുഹൃത്തുക്കളെ, അപ്പം ഇന്നത്തെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യുന്നത് ഞാനാണ്. അവൻ ഡ്രസ്സ് മാറ്റാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വൈൻഡപ്പ് ഞാനാണ് പറയുന്നത്. എല്ലാവരും ഗൂഗിളിനെ ഫോളോ ചെയ്യുക, അതിൻ്റെ കൂടെ എന്നെയും ഫോളോ ചെയ്യുക. അപ്പോൾ ബൈ ബൈ. സോ ഗൈസ്, അപ്പം നമ്മൾ നമ്മുടെ ഐസ് ബാത്ത് കംപ്ലീറ്റ് ചെയ്ത് ശരിക്കും ഇപ്പോഴും ഞാൻ വിറച്ചുകൊണ്ടിരിക്കുക. ലൈക്ക് അത്രയ്ക്ക് സെറ്റപ്പ് പരിപാടിയാണത്. ഇപ്പോഴാണ് അത് ഒന്ന് ടെക്നിക്കലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. ഇതുവരെ നമ്മൾ നമ്മുടെ ലോക്കൽ സെറ്റപ്പിലാണ് ഐസ് ബാത്ത് കൊണ്ടുവന്നത്. ഇൻ്റർനാഷണൽ സെറ്റപ്പിൽ എങ്ങനെ ഐസ് ബാത്ത് ചെയ്യണം എന്ന് ഞാനിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തു. ഇത് അടിപൊളി പരിപാടിയാണ്. എനിക്ക് തോന്നുന്നു ഈ കൺസോളിന് തന്നെ അറൗണ്ട് 2.5 lakhs 3 lakhs അടുത്ത് കോസ്റ്റ് ഉണ്ട്. നമുക്കതൊന്നും നമ്മുടെ നോർമൽ പേർപ്പസിന് അഫോർഡ് ചെയ്യാനേ പറ്റില്ല. ഒരു കൊമേഴ്ഷ്യൽ പേർപ്പസിന് ഇത് റൺ ചെയ്യുമ്പോഴത്തേക്ക് ഇത് പ്രശ്നമില്ല. നമ്മുടെ വീട്ടിൽ നമുക്ക് ഐസ് വാങ്ങിച്ചിട്ട് പരിപാടികൾ കൊണ്ടുപോകൽ തന്നെയാണ് നല്ലത്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമ്പോൾ ചെയ്യാം എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. പറ്റുന്നവർ മീൻസ് ആക്സസിബിലിറ്റി ഉള്ളവർ ഇങ്ങനത്തെ കൺസോളിലൊക്കെ ഐസ് ബാത്ത് ചെയ്ത് നോക്കുക. ഭയങ്കര അടിപൊളിയാണ്. ഭയങ്കര റിലീഫാണ് ബോഡിക്ക്. നമുക്കിപ്പോൾ തന്നെ ആ ഒരു നെഗറ്റീവ് ഫീലാണ്. നമ്മളിങ്ങനെ പറന്ന് നടക്കുന്നതല്ലേ, നിലത്തൊന്നും നിൽക്കാൻ പറ്റുന്നില്ല, മൊത്തത്തിലൊരു എയറിലുള്ളൊരു ഫീലാണ്. അതുകൊണ്ട് അത് ഭയങ്കര അടിപൊളിയാണ്. അപ്പം അതും കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഒരു സ്കൂപ്പ് പ്രോട്ടീനും എടുത്ത് എനിക്കിനി ഒരു മീൽ വരാനുണ്ട്. അപ്പോൾ ആ മീലും കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും. അതുപോലെ തന്നെ നമുക്ക് അവിടെ ഒരു ഡബ്ബ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഡബ്ബ് കാണിച്ചു തരാം. അപ്പോൾ ഈ ഡബ്ബ് നമുക്ക് ഭീകരൻ തന്നു വിട്ടു, എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ നമ്മളിത് വീട്ടിൽ കൊണ്ടുപോകും. ഇനി തൊട്ട് നമ്മൾ ഇതിൽ ഐസ് വാങ്ങിച്ചിട്ട് ഐസ് ബാത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിനി നമ്മുടെ ഡ്രമ്മിൻ്റെ പരിപാടി ആവശ്യമില്ല. ഇത് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോയി നമ്മൾ എയർ ഫില്ല് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിനി ഐസ് വാങ്ങിച്ചാൽ മാത്രം മതി. സാധനം വെള്ളം നിറയ്ക്കുക, ഐസ് ഇടുക, കയറി കിടക്കുക, ഐസ് ബാത്ത് ചെയ്യുക. സോ അപ്പം അത്രക്കുള്ളൂ പരിപാടി. ഇതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. ഞാൻ ജസ്റ്റ് നമ്മുടെ ഇവിടുത്തെ ജിമ്മിൻ്റെ ഔട്ട്ഡോർ പരിപാടികളൊക്കെ ഒന്ന് കാണിച്ചു തരാം, വെറുതെ കാണിച്ചു തരാം. ഇതിവിടെ കുറേ ബുൾ റോക്കറ്റ്സിൻ്റെ കുറേ വെയ്റ്റ്സ് ഉണ്ട്. ഔട്ട്ഡോർ സെക്ഷന് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ്. പിന്നെ ഇതിങ്ങനെ ട്രാക്സും കാര്യങ്ങളും, പിന്നെ ഈ ക്രോസ് ഫിറ്റ്സിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ, പിന്നെ പുള്ളപ്സിൻ്റെ റാക്സ്, ടയറ് കാര്യങ്ങൾ കുറേ ഉണ്ട്. അത്യാവശ്യം നല്ല പീസ്ഫുൾ സ്പേസ്. കുഞ്ഞു സ്ഥലമാണെങ്കിലും ഭയങ്കര അടിപൊളിയായിട്ട് നമുക്കൊരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയാണ്. അപ്പോൾ ഇവിടെ ആരെങ്കിലുമൊക്കെ കൊച്ചിയിൽ ഇവിടെ അടുത്തുണ്ടെങ്കിൽ, ഇതിപ്പം എനിക്കൊന്ന് കല്ലൂരല്ലേ, ഇത് കല്ലൂരല്ല, കത്തിരിക്കടവാണ് ഈ സ്പേസ് ഉള്ളത്. ഇപ്പോൾ കൊച്ചിയിലൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ഭീകരൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഭീകരൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ ഗൂഗിൾ ഐസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ ഡിസ്കൗണ്ട് തരാം എന്നാണ് പറഞ്ഞേക്കുന്നത് ഐസ് ബാത്തിന്. സോ അപ്പം എല്ലാവരും വരിക, ഐസ് ബാത്തൊക്കെ ചെയ്യുക. ഇത് പറ്റാത്തവർ വീട്ടിൽ ഐസ് വാങ്ങിച്ചിട്ടാണല്ലോ ഐസ് ബാത്ത് ചെയ്യുക. സോ അപ്പം ദാറ്റ്സ് ഇറ്റ്. ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. എടുക്കണമെന്നേ വിചാരിച്ച വീഡിയോ അല്ല. ഞാൻ ഓൾറെഡി ക്യാമറ ബാഗ് ഇരുന്നുകൊണ്ട് ഞാൻ വെറുതെ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ അമർത്തുക. നമ്മൾ 95K സബ്സ്ക്രൈബേഴ്സായി 100K ഉടനെ അടിക്കും. സോ അപ്പം സോ ഹാപ്പി. അപ്പോൾ അത്രേ ഉള്ളൂ. ദിസ് ഇസ് ഗോകുൽ സൈനിങ് ഓഫ്. അണ്ടിൽ ദെൻ ടാറ്റ ബൈ ബൈ.